അമ്മേ എന്ത് ചെയ്യാ ഇവിടെ? മോളെത്തിയോ? മഴയല്ലേ, തുണികളൊന്നും ഉണങ്ങുന്നില്ല. ഞാനല്ലേക്ക് അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇങ്ങോട്ട് ഓരോ ഭാഗത്ത് കാറ്റുകൊണ്ട് ഉണങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഷോ, ഇവിടെ എപ്പോ വന്നാലും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാ യൂസ് ചെയ്യണത്. അതാകുമ്പോ നന്നായിട്ട് അതിൽ തന്നെ ഡ്രൈ ആയി കിട്ടൂലേ. ഇതെന്തെന്നാ പണ്ടത്തെ രീതി തന്നെ എടുക്കുക, പിഴിയുക, ഇടുക. പക്ഷെ നാണക്കേട്. ഏട്ടനോട് പറഞ്ഞൂടായിരുന്നോ പുതിയതൊന്ന് വാങ്ങിത്തരാം? നിന്നെ കല്യാണം കഴിച്ചു വിട്ട കടം തന്നെ ഇനിയും തീർന്നിട്ടില്ല മോളെ. ഞങ്ങൾക്ക് എല്ലാം വാങ്ങായിരുന്നു. നിന്നെ കല്യാണം കഴിപ്പിക്കാണ്ടേ വീട്ടിൽ തന്നെ ഇരുത്തിയതാണെങ്കിൽ. പിന്നെ ഏട്ടന്റെ വീട്ടില് രണ്ട് പെങ്ങന്മാരാ, രണ്ടിന് നല്ല അന്തസ്സായിട്ടാ കല്യാണം കഴിച്ചു വിട്ടത്. ഈ കഴുത്ത് മുതൽ താഴെ വരെ സ്വർണ്ണമായിരുന്നു, സാരി പോലും കാണുന്നില്ല. അങ്ങനെയാണ് അവരെ കല്യാണ ഫോട്ടോ കണ്ടു നോക്കണം. പക്ഷെ ഇവിടെ കുറച്ച് നാലഞ്ച് മാലയും തന്ന് വിട്ടിട്ട് എന്ന് വന്നാലും വീഴ്ച കണക്കാ. അവിടെയൊന്നും ഒന്നിനും ഒരു കുറവും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഒന്നും ഇല്ലാണ്ടിരിക്കണ്ടേ? നീ അവരെയും നമ്മളെ ഒരുമിച്ച് കണക്കാക്കണ്ട മോളെ. അവരൊക്കെ പാരമ്പര്യമായിട്ട് സ്വത്തുള്ള ആൾക്കാരാ. ഇവിടെ നിന്റെ അച്ഛന് കാര്യമായിട്ട് വരുമാനം ഉണ്ടോ? പിന്നെ നിന്റെ ആങ്ങളെ എന്താ കളക്ടറാണോ? അവന്റെ ഒരു വരുമാനം കൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്നിട്ട് നിന്നെ അന്തസ്സായിട്ടില്ല കല്യാണം കഴിച്ചു വിട്ടത്. അന്തസ്, ഭയങ്കര അന്തസ്സായിട്ടാ കല്യാണം കഴിച്ചു വിട്ടെ. ഏട്ടൻ വിചാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എനിക്ക് തരാൻ പറ്റുമായിരുന്നു. നിനക്ക് എന്തിന്റെ കുറവാടി വരുത്തിയിരിക്കുന്നത്? പിന്നെ നിന്നെ അവനെ ഒരുപോലെയല്ലേ പഠിപ്പിച്ചത്. അവൻ അന്തസ്സായി ജോലി വാങ്ങി, നീയോ തേരെ പരം നടന്നു. നീ അവനെ പോലെ ജോലി വാങ്ങിച്ചതാണെങ്കിലോ, അവൻ 30 പവനാ, നീ 30 പവൻ ഉണ്ടാക്കിയാലോ 60 പവനായില്ലേ. നീ അത് ചെയ്തില്ല. അപ്പൊ നിനക്ക് തന്നതിനെ ധാരാളം. അവിടെ എന്റെ രണ്ട് നാത്തുമാർക്ക് ഒരു ജോലിയില്ല, എന്നിട്ട് നല്ല അന്തസ്സായിട്ട് തന്നെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത്. ആ പോട്ടെ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഒരു ദരിദ്രവാസി കുടുംബമായി പോയില്ലേ. എന്തോ ഭാഗ്യത്തിന് നല്ലൊരു ബന്ധം കിട്ടി, അതന്നെ. എന്താടി, ദരിദ്രവാസി കുടുംബമാണോ നമ്മള്? എന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് നല്ല കുടുംബം കിട്ടിയല്ലോ. നീ നന്നായിരുന്നാ മതി മോളെ. പെണ്ണിന് കല്യാണം കഴിഞ്ഞ് 3 ദിവസമായിട്ടില്ല, അപ്പോഴേക്കും എല്ലാം അങ്ങ് മറന്നു വീട്ടിലെ കാര്യങ്ങള്. അമ്മേന്റെ ഇങ്ങനത്തെ വർത്തമാനം കേൾക്കുമ്പോ തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. അവിടുത്തെ അമ്മായിമിനൊക്കെ കണ്ടുപിടിക്കണം എന്ത് സ്റ്റാൻഡേർഡിലാന്നറിയാം സംസാരിക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് തണുപ്പ് എടുക്കുന്ന അമ്മ, ഈ ടൈലിന് ക്വാളിറ്റി പോരാഞ്ഞിട്ട്. അമ്മ ഇങ്ങോട്ടും അവിടുന്ന് സംസാരിക്കാം. കല്യാണത്തിന് മുൻപ് ഇവിടെ തന്നെ വന്നിരുന്ന് അവള് പഠിക്കുള്ളൂ. ഇപ്പൊ ഈ ടൈലിന് ക്വാളിറ്റി പോരാത്രേ. പക്ഷെ എന്നാലും ഇതിപ്പോ എന്ത് പറ്റി? കുറച്ച് നേരത്തെ വരെ വർക്ക് ചെയ്തായിരുന്നല്ലോ. റീസ്റ്റാർട്ടോ. എന്ത് പറ്റി? ആ തല്ലിപ്പുള്ളി ലാപ്ടോപ്പ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? ആ, നീയോ? എടാ, ഇതിലേ ചെറിയ എന്തോ ഒരു എറർ കാണിക്കുന്നു, മനസ്സിലാവുന്നില്ല എന്താന്ന്. അത് നോക്കിയായിരുന്നു ഞാൻ. ഈ എറർ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. അതിൽ വർക്ക് ചെയ്യുമ്പോഴേ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി അറിയണം. അല്ലാണ്ട് ഏട്ടൻ ചെയ്യുന്ന പോലെ ചുമ്മാ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ. ഞാനൊരു കാര്യം ചെയ്യാം, ദീപകിനോട് പറയാം. അവൻ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര നോളജാ. ഓ, ആയിക്കോട്ടെ. നിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ എല്ലാവർക്കും എല്ലാത്തിലും നല്ല വിവരം, നമുക്ക് മാത്രം ഒന്നും അറിയില്ല. അതിന് ഏട്ടൻ ഇതിന് ദേഷ്യം തോന്നുന്നത് എന്തിനാ? ഞാനുള്ള കാര്യല്ലേ പറഞ്ഞുള്ളൂ. ദീപക് എത്ര ചെറിയ പയ്യനാന്നറിയോ? ജോലിക്കാരായിട്ട് ജസ്റ്റ് 6 മാസമായിട്ടുള്ളൂ. പക്ഷെ അവിടെ എല്ലാവർക്കും ദീപകിനെ കഴിഞ്ഞ ബാക്കി എല്ലാം ഉണ്ട്. അങ്ങനെയാ പറയുന്നേ. അഭിഷേകേട്ടൻ എന്നും പറയും ദീപക് ആ വീടിന്റെ അഭിമാനാണ്. എന്തിന്? കമ്പ്യൂട്ടർ നോളജിലുണ്ടോ? എടീ, അന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പോഴേ ആ ചെക്കനതാ ഒരു മൂലയ്ക്ക് മൊബൈലും പിടിച്ച് ഒരാളോട് പോലും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് കാർ എടുത്ത് പോകാൻ നേരത്ത് ആ മൊബൈൽ നോക്കിയിട്ട് നേരെ വണ്ടി കയറി ഇങ്ങോട്ട് പോയി. അവനാണ് വീടിന്റെ അഭിമാനം. നിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞേക്ക് അവനൊന്ന് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ചെക്കൻ വഷളായി പോകും. അയ്യോ, ഇതിനാണ് അസൂയാന്ന് പറയുന്നത്. അവൻ 24 മണിക്കൂറും ഫോൺ നോക്കിയാൽ എന്താ? അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ അവൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. എന്നാൽ ഏട്ടൻ ഈ പൊട്ട സാധനം അങ്ങോട്ട് മാറ്റിക്കൂടെ? അവിടെ ഏട്ടന്റെ കയ്യിലൊക്കെ ഒരു അടിപൊളി ലാപ്ടോപ്പ് 2 ലക്ഷത്തിനാ പറഞ്ഞത്. അതിങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പറക്കും, അത്ര അടിപൊളി. അളിയന്റെ കയ്യിൽ 2 ലക്ഷത്തിന്റെ 3 ലക്ഷത്തിന്റെ ലാപ്ടോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ വാങ്ങാൻ പറ്റിക്കോളണമെന്നുണ്ടോ? പിന്നെ ഈ ലാപ്ടോപ്പേ നിന്റെ കോളേജിലേക്ക് സെമിനാറിന് വേണം, അതിന് വേണം, ഇതിന് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് നീയാണ്. അങ്ങനെയാണ് നീ നശിപ്പിച്ചത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ലാപ്ടോപ്പ് ആയിരുന്നു. അവനിപ്പോ ലാപ്ടോപ്പ് മാറ്റില്ല മോളെ പണി. നിന്റെ കല്യാണ ടൈമിൽ പൈസ എത്ര ചെലവായി എന്ന് പറഞ്ഞിട്ടാ? വെറുതെ വേണ്ടാണ്ട് വീടിന് എത്ര പണി ചെയ്തു. പിന്നെ കട്ടില്, നല്ല കട്ടിലും കിടക്കുകയല്ലേ, അത് മാറ്റണം എന്ന് പറഞ്ഞു. എത്ര നല്ല സോഫയായിരുന്നു ഇവിടുത്തെ. അത് വേണ്ട പറഞ്ഞിട്ട് നല്ല എന്ത് വില കൊടുത്ത് സോഫിനെ വാങ്ങിച്ചിട്ടിരിക്കുന്നത്? അത് വല്ല കാര്യമുണ്ടോ? അവരെപ്പോഴെങ്കിലും ഒന്ന് വന്നു പോകുന്നതല്ലേ. ഇതെല്ലാം ചെയ്തു, നീ ലാപ്ടോപ്പ് മാറ്റണേ. അത് മതി. അതിപ്പോ നല്ല ലാപ്ടോപ്പാ, അതുകൊണ്ട് എത്രയും പണിയെടുത്ത് എല്ലാം ഉണ്ടാക്കിയതൊക്കെ. പിന്നെ എല്ലാം ഉണ്ടാക്കി ഭയങ്കര സംഭവമാണ്. ഏട്ടൻ ലാപ്ടോപ്പ് തന്നെയാ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ എച്ചിത്തരൊന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ലേ. ഇവിടുത്തെ സോഫയൊന്നും ഒന്നുമല്ല. അവിടുത്തെ നോക്കുമ്പോ അന്ന് നാട്ടുകാർ മുഴുവൻ വന്നല്ലേ, അവരുടെ വീട്ടുകാരും
എല്ലാ അയൽക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പോ പിന്നെ ഇവിടുത്തെ പണ്ടത്തെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 5 പൈസന്റെ വില ഉണ്ടാവും അവിടെ. അവിടുത്തെ സോഫയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും അവിടെ താന്നു പോകും. എനിക്ക് സത്യം പറഞ്ഞാല് ഇന്ന് വന്നതായിട്ടിന് അതുവരെ എന്നെ ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് കയറണ്ട, എനിക്ക് നാണക്കേടാ. അന്ന് വന്നിട്ട് തന്നെ ഈ കട്ടിൽ വന്നിരുന്നിട്ട് എന്നോട് എന്റെ മുഖത്തൊരു നോട്ടം. ഇവിടുത്തെ കട്ടിൽ അവിടുത്തെ പോലെ ഇങ്ങനെ ഇതൊന്നുമില്ല, എല്ലാം ഉണ്ടാവും. പൊട്ടക്കണ്ടിൽ തവളകളെ പോലെ ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ വലിയ സംഭവം എന്ന് വിചാരിക്കുക. നമ്മൾ മാത്രമേ ഇങ്ങനെയുള്ളൂ, ആൾക്കാരൊക്കെ മാറി. കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പെണ്ണ് ആകെപ്പാടെ മാറും മോനെ. നീയിപ്പൊ അമ്മനെ ആങ്ങളെ മാറ്റാൻ പറ്റുകയാണെങ്കിലേ അവൾ അതും ചെയ്യും. നീ പോയി ചായ കുടിക്ക്. പക്ഷേ ഈ അമ്മയ്ക്ക് ഒരു മാറ്റമില്ലല്ലോ ഏട്ടാ. ഞാൻ ചോദിച്ചു എന്റെ കല്യാണം കഴിഞ്ഞ് അവിടെയൊക്കെ കണ്ടപ്പോഴേ അമ്മയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ പഴയ പോലെ തന്നെ നിനക്ക് മാറ്റണ്ടല്ലോ, അതുപോലെ. എല്ലാരും കണക്കാ. അതായത് ചായപ്പൊടി വായിൽ വെക്കാൻ കൊള്ളുന്നില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചായപ്പൊടി തന്നെ മോളെ. എന്തേ ചായ നന്നായിട്ടില്ല? അയ്യോ, ആ ചായപ്പൊടി ഇനി മാറ്റാനായില്ല. വെറുത്തല്ല, വല്ലാത്തൊരു മണം. അവിടെ എങ്ങനെയാന്നറിയോ, ശരിക്കല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ട സാധനം വാങ്ങിക്കൊണ്ട് വരിക, അത് ഇത്തിരി ഇട്ടാ മതി. അയ്യോ എന്താ മണം. പഞ്ചസാര പോലും വേണ്ട, നമ്മൾ അങ്ങനെ ഒരു ചായ കുടിക്കും. അതിനൊക്കെ നല്ല വിലയാകില്ലേ മോളെ? നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാനേ പറ്റുള്ളൂ, സാധാരണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചായപ്പൊടി. എന്നാ നീ ഇത് കഴിക്കിരണ്ടെണ്ണ. അയ്യേ, ഈ ഉണക്ക ബ്രെഡ് അമ്മ തരുന്ന. ഞാൻ വരുന്ന ദിവസം എന്തെങ്കിലും നല്ല കഴിക്കാൻ വാങ്ങി വെച്ചുകൂടായിരുന്നോ? ഇതൊക്കെയാണോ ഒരാൾക്ക് ചായക്ക് കൊടുക്കുക? വേറെ ആരും അല്ലല്ലോ, നീയല്ലേ വന്നുള്ളൂ. നിനക്കാണെങ്കിൽ ബ്രെഡ് പറഞ്ഞ ജീവൻ. നീ എപ്പോഴും കട്ടൻ ചായ മുക്കി നല്ലോണം കഴിക്കണതല്ലേ. എപ്പോഴായി അറിയത്തല്ലേ പോയി ഇരുന്നിട്ട് കഴിക്കുന്നത്. അമ്മന്ന് കട്ടൻ ചായ വെച്ചില്ല, പാലൊഴിച്ച ചായ നീ കഴിക്കുന്നത്. ഓ, അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ ഏട്ടനോട് പറഞ്ഞത് അമ്മയ്ക്ക് ഒരു സ്റ്റാൻഡേർഡും ഇല്ല, ഞാൻ ഇതൊക്കെ നിർത്തി. ഇല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ബ്രെഡ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ. അത് നല്ല ഓംലെറ്റ് ഒക്കെ അല്ലെങ്കിൽ ജാം എന്തെങ്കിലും വെച്ചിട്ട്. എനിക്കിഷ്ടാവുന്നില്ല. ഇത് വേണ്ട, വേണ്ട. അന്ന് ചൂടോടെ കുറച്ച് പൊക്കോടി ഉണ്ടായി തെറ്റ മോളെ. തുടങ്ങി അമ്മന്റെ ഒരു ഉണക്ക പൊക്കോട. എനിക്കൊന്നും വേണ്ട. അമ്മ ഏട്ടൻ വരുന്ന സമയത്ത് ഇമാതിരി പൊക്കോടിയും ബ്രെഡും ആയിട്ട് ഏട്ടന് മുമ്പ് പോകാൻ നിൽക്കല്ലേ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെ സൊമാറ്റോയിലും മറ്റും ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി, അതാ നല്ലത്. ഓ, ഇവളെയും കൊണ്ട് ഇതിപ്പോ ഒന്നും ഇഷ്ടപ്പെടാതെയായി. ഇനി വരുമ്പോഴേ ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഇവിടുന്ന് കഴിക്കൂല. മനുഷ്യ വിശന്നിട്ട് കുടല് കറിയുന്നു. ഇവിടെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളില്ല കഴിക്കാൻ. അവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാൽ മതിയാണ്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ. അല്ലമ്മേ, അവളിങ്ങനെ ഇങ്ങനെ മാറിപ്പോയത്? കല്യാണത്തിന് മുമ്പ് ഏട്ടൻ, അച്ഛൻ, അമ്മ എന്നൊക്കെ പറഞ്ഞ അവൾക്ക് ജീവനായിരുന്നില്ലേ? ഇതൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾക്ക് നമ്മൾ അറിയാത്ത പോലെ അവൾ ബിഹേവ് ചെയ്തോണ്ടിരിക്കും. അവളെന്താ ഇങ്ങനെ? അത് ചില പെൺപിള്ളേരൊക്കെ അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലില്ലാത്ത സൗകര്യങ്ങളൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ കാണുമ്പോഴേ അവർക്ക് എന്തോ ആയി തോന്നുക. അത് കുറച്ചങ്ങനെ ഉണ്ടാവും, പിന്നെ അങ്ങ് ശരിയായിക്കോളും. എന്നാലും അമ്മേ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത്, എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് അവൾ ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോ മനസ്സിനൊരു വിഷമം. വേറെ ആരും അല്ലാലും മോനെ, നിന്റെ പെങ്ങൾ തന്നെയല്ലേ. അവൾ 2-3 ദിവസം ഇവിടെ നിന്നാലേ അവൾ ശരിയായിക്കോളും. മനസ്സിലവൾക്ക് നല്ല സ്നേഹമുണ്ട്, അതല്ലേ കാണണം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത്. അല്ലെങ്കിൽ അവൾ വരുവോ? അല്ലത് ആരെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന? അമ്മയും ആങ്ങളെയും കൂടി എന്നെ കുറിച്ചാ? നിന്നെ കുറിച്ചൊന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അല്ല, നീ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ, പെട്ടെന്നൊന്നും പോകില്ലല്ലോ. അയ്യോ, കുറച്ച് ദിവസം നിൽക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പിന്നെ അവിടുത്തെ ഓരോരോ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഓടി വന്നേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കും പൊങ്ങച്ചാണെന്ന്. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് വല്ലാണ്ട് ചൂടെടുക്കുന്ന പോലെ. അവിടെ AC-ലല്ലേ, AC റൂമിൽ കിടന്നിട്ട് എവിടെ തന്നെ കിടക്കാന്ന് പറയുമ്പോ എന്തൊരു ബുദ്ധിമുട്ട് പോലെ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ അവരെത്ര വിഷമം ഉണ്ടറിയോ? ഇത്രയും കാലം നീ ഇവിടെ AC റൂമിലായിരുന്നത്. നീ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അമ്മ ഇവിടെ നിന്ന് ശീലമില്ലാച്ചൊന്നും അല്ല. ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറട്ടെ. ഇന്ന് തന്നെ ഏട്ടന് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടായിരുന്നു. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു വിട്ടതാ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഇവിടെ നിന്നിട്ട് ഇവിടെ 2 ദിവസം താമസിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടാ. അതുകൊണ്ടും കൂടിയാ. എടീ, നിന്റെ പൊങ്ങച്ചൊന്നേ എന്തായാലും അളിയനില്ല. പിന്നെ നീ കാണാത്ത എന്തൊക്കെ അവിടെ ചെന്ന് കണ്ടപ്പോൾ നിന്റെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചു പോയി. അതുകൊണ്ടാണ് നീ ഇവിടെ വരുമ്പോൾ നിനക്ക് ഒന്നും ഒരു വിലയിലാണ് തോന്നുന്നത്. പിന്നെ അവൻ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നിന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ചത്. അല്ലാണ്ട് നീ വലിയ കോടീശ്വരിയാണെന്ന് വിചാരിച്ചിട്ടാണോ അവനോട് നിന്നെ കല്യാണം കഴിച്ചത്? നിനക്ക് അവിടെ പോയ ഒരു വില ഉണ്ടാവില്ല പറഞ്ഞിട്ടേ എന്റെ മോനെ കൊണ്ട് നീ എന്തെല്ലാം ചെയ്യിപ്പിച്ച് ഇതാ കടം വാങ്ങി അടുക്കള നന്നാക്കി. നിന്റെ ബെഡ്റൂമിൽ എന്തെല്ലാമാണ് അവൻ ചെയ്തു തന്നിരിക്കുന്നത്. ആ ഒരു നന്ദിയെങ്കിലും എനിക്ക് വേണ്ടടി. ഓ, തുടങ്ങി ഇല്ലായ്മന്റെയും വല്ലായ്മന്റെയും കണക്കുകൾ എണ്ണി എണ്ണി പറയാം. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇഷ്ടമില്ലാത്തത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതല്ലേ. ഇനിയിപ്പോ എന്നെ ആരും ഒന്നും പറഞ്ഞ് ബോധിപ്പിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ ചെയ്തിട്ടുള്ളൂ. ഞാൻ നിൽക്കണമൊന്നുമില്ല. എനിക്കൊരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ താമ, തണുത്ത വെള്ളം. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തണുത്ത വെള്ളമൊന്നും ഇവിടെ ഇല്ല. അത് കരിങ്ങാലി വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ക്ലാസ് എടുത്ത് കുടിച്ചോ.
അയ്യേ കരിങ്ങാട് വെള്ളം അതെനിക്ക് വേണ്ട. എനിക്ക് അവിടെ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചിട്ടാ ശീലമുള്ളത്. ഇത് ഫ്രിഡ്ജില്ലേ ഇത്രയും വലുതാ. ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഹിമാലയം പുകയും മഞ്ഞൊക്കെ വരില്ലേ, അങ്ങനെ അങ്ങോട്ട് വരുന്നത്. അയ്യോ കുളുക്കുളുക്കുളുക്കുളാന്നുണ്ടാവും വെള്ളം. അത് കൊടുത്തിട്ട് എന്നോട് ഇവിടെ ഒന്ന് കരിങ്ങാരി വെള്ളം കുടിക്കാൻ പറയുന്നത്. അതുപോലത്തെ ഒരു ഫ്രിഡ്ജ് വാങ്ങില്ല കേട്ടോ എവിടെയും. നിങ്ങൾ ഉപയോഗിക്കുന്നത് വേണ്ട. കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് വരും. ഇനി അതിന്റെ കഞ്ഞി കണക്ക് കൂടി ഞാൻ കേൾക്കേണ്ടി വരും. അവര് വരുമ്പോ കാണാൻ വേണ്ടിട്ട്. നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടേ നീ പറഞ്ഞിട്ട് ഞാനിവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതും കടം വാങ്ങിട്ട്. ഇനി എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് പ്രാരാബ്ദങ്ങൾ എടുത്തു വെക്കാൻ പറ്റൂല. മോളെ, നിന്റെ കല്യാണം കണ്ടിട്ട് ഇത്രയായില്ലേ? അവരെത്ര പ്രാവശ്യം ഇവിടെ വന്നുപോയി? എന്തെങ്കിലും പറഞ്ഞു നിന്റെ അടുത്ത്? നിന്റെ വീട്ടിൽ അതില്ല ഇതില്ല എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവര്? ഇനിയിപ്പോ നിനക്ക് അത്രയും വലിയ നാണക്കെടണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. നീ തന്നെ 1-2 ലക്ഷം റുപ്യ കൊടുത്ത് ഒരു ഫ്രിഡ്ജ് വാങ്ങിയിട്. അപ്പൊ അവര് വരുമ്പോ നിനക്ക് കാണിക്കാലോ ഇപ്പൊ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് എന്നോട് ഇവിടെ നിൽക്കുന്നൊക്കെ. അതെ, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ സൗകര്യമില്ല. ഏട്ടനൊരു കാര്യം ചെയ്യും, ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും കാറ് വന്നിട്ട് എന്നെ കൊണ്ടുവിടും. ഏട്ടനിപ്പോ അവിടെ നിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ എന്തിന്? അളി മരുന്നില്ലേ പോട്ടെ, ഞാൻ നിന്നെ ബൈക്ക് കൊണ്ടുവിടാം. പിന്നെ എനിക്ക് ബൈക്കിൽ വരാൻ പറ്റൊന്നുമില്ല. നാണക്കേടാ. അവിടെ എല്ലാവരും എല്ലാ കാര്യത്തിനും കാറിലാ പോകുന്നത്. ആ ദീപക് വരെ കോളേജിലേക്ക് കാറിലാ പോകുന്നത്. ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ വന്നത്. എന്നെ തിരിച്ചിവിടുന്ന് പോകുമ്പോ ബൈക്കിലാണോ കൊണ്ടുവിടുന്നത്? അതെനിക്ക് നാണക്കേടല്ലേ? ഏട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി. കൂട്ടുകാരന്മാരെ ആരോടെങ്കിലും പറ ഒരു കാറ് കൊണ്ടുവരാൻ. തൽക്കാലത്തേക്ക് എന്നെ വീട്ടിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തോ. നീ എന്താടി ഒരുമാതിരി വേറെ ഏതോ വീട്ടിൽ സംസാരിക്കുന്നത്? കല്യാണം കഴിഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ നിന്റെ ഏട്ടനും ഇത് അമ്മയല്ലേ? നീ ഇപ്പൊ കാറിൽ പോയാലും ബൈക്ക് പോയാലും നീ ഇവിടുത്തെ അല്ലാണ്ടാവുന്നുണ്ടോ? അതിന് ഞാൻ ഇവിടുത്തെ അല്ലല്ലോ, ഞാൻ അവിടുത്തെ അല്ല ഏട്ടാ. എന്റെ കല്യാണം കഴിഞ്ഞതാ. അപ്പൊ പിന്നെ എന്റെ വീട് ഇതല്ല, ഭർത്താവിന്റെ വീടാണ് എന്റെ വീട്. ഇല്ലേ തന്നെ ഇവിടുത്തെ കഷ്ടപ്പാടുന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയാൽ പോയെന്നാ വിചാരിച്ചു കല്യാണം കഴിഞ്ഞു. ഇനി എന്നെ ഇവിടെ വലിച്ചിടുക. ഞാൻ എന്നെ അവിടുത്തെയാ. അപ്പൊ അവിടെ എനിക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അത്രയും സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു പെണ്ണ് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളും അത് മനസ്സിലാക്കി അവളോട് പെരുമാറുന്നതായിരിക്കും എന്റെ വീട്ടുകാർ വിചാരിക്കും. അപ്പൊ പിന്നെ ഞാൻ അവിടെ ബൈക്ക് ചെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നാണക്കേടല്ലേ? ഒരു കാര്യം ചെയ്യാം, കാറും വേണ്ട ബൈക്കും വേണ്ട, ഞാൻ വല്ല ഊബർ പിടിച്ച് പോയിക്കോളാം. മോനെ, നീ അവള് പറഞ്ഞത് കേട്ട് നിൽക്കല്ലേ? നിന്റെ കൂട്ടുകാരന്മാരെ ആദ്യം കാർ എടുത്തിട്ടേ അവളെ കൊണ്ട് വിടാൻ നോക്ക്. അതൊന്നും വേണ്ടമേ. ഇങ്ങനെയൊന്നും പറഞ്ഞ ഏട്ടന് മനസ്സിലാവില്ല. ഒരുപാട് സന്തോഷത്തില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നാൽ ഈ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും മാത്രമേ ഉള്ളൂ. ഞാൻ പോയിക്കോളാം, എന്നെ ആരും കൊണ്ടുവിടണ്ട. എടി നീ നിക്ക്. നീ ഇപ്പൊ വിഷമിച്ച് പോവാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട്. ഞാൻ രാജേഷിനെ വിളിച്ചോക്കട്ടെ, അവന്റെ കാലിൽ നിന്നെ കൊണ്ടുവിടാം. എന്താ ഇതിലും വിളിച്ചോക്കട്ടെ അവനെ. ഹലോ, എടാ രാജേഷ്, എടാ നിന്റെ കാറിന്ന് ഫ്രീ ആണോ? ഇല്ല, എനിക്ക് കുറച്ച് നേരത്തേക്ക് നിന്റെ വണ്ടി വേണമായിരുന്നു. ഇല്ല, പെങ്ങള് വന്നിട്ടുണ്ട്, അവളൊന്ന് കൊണ്ടുവിടാനാ. ഇല്ലല്ല, പെട്ടെന്ന് കൊണ്ടുതരാം. മാക്സിമം ഒരു 40-45 മിനിറ്റ്. ഒന്ന് പോന്നു വരുന്നു, അത്രേ ഉള്ളൂ. ശരി, ഞാൻ അവിടെ വന്ന് എടുത്തോളാം. ഓക്കെ. അപ്പൊ ഞാൻ കാർ എടുത്തിട്ട് വരാം. എടി, ഞാനിപ്പോ വരാം കേട്ടോ.